അർമേനിയ വന്നിട്ട് ഞാൻ സാൽമൺ ഫിഷ് കഴിച്ചു. പക്ഷെ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിയണമായിരുന്നു. അത് ലോക്കൽസിന്റെ അടുത്ത് എത്തിയാൽ മാത്രമേ അത് ഉണ്ടാക്കുന്ന രീതി കാണാൻ പറ്റത്തുള്ളായിരുന്നു. അർമേനിയയിലെ ഗാർണി എന്ന ഗ്രാമത്തിലെ ഒരു ലോക്കൽസിന്റെ വീട്ടിൽ ഞാൻ എത്തി. നമ്മുടെ നാട്ടിൽ വീട്ടിൽ ഊണെന്ന് പറയുന്ന പോലെ അർമേനിയയിൽ ഒരു വീട്ടിൽ മീൻ കഴിക്കാൻ പോയി. ഫിഷും ചിക്കനും ഒരു ഉപ്പോ മുളകോ എരിവോ ഒന്നും ചേർക്കാതെ ബോയിൽ ചെയ്ത് കൊടുക്കുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഒരു ഷെഡിന്റെ അകത്ത് പുക വരുന്നു. ഞാൻ കുറെ കൂടെ അടുത്തോട്ട് ചെന്നപ്പോഴായിരുന്നു ഷെഡിന്റെ അകത്തൊരു ബങ്കർ ഉണ്ട്, അതിന്റെ അകത്തായിരുന്നു പുക വന്നുകൊണ്ടിരുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ ആ ബങ്കർ തുറന്നിട്ട് എന്തോ പുറത്തോട്ട് എടുത്ത് വെക്കുന്നു. ചെന്ന് നോക്കിയപ്പോഴല്ലേ കണ്ടത് ഇതായിരിക്കും നമ്മുടെ ഫിഷും ചിക്കനും. അവരൊരു ഗ്രില്ല് സെറ്റ് ചെയ്തിട്ട് അതിൽ ഫിഷും ചിക്കനും വെക്കും. അതിനുശേഷം ആ ഗ്രില്ലെടുത്ത് ചൂളയിൽ വെച്ച് ചൂളയിൽ ചുട്ടാണ് എടുക്കുന്നത്. ചുട്ടതിന് ശേഷം ഇതെല്ലാം പിറക്കി പാത്രങ്ങളിലോട്ട് മാറ്റും. ആ പിറക്കി മാറ്റുന്ന സമയത്ത് ഒരു മണമുണ്ട്. ആ പരിസരം മൊത്തം ആ മണമായിരുന്നു. അവിടെ ഇരിക്കാൻ എനിക്ക് ഒരു ടേബിൾ കിട്ടി. അതിനുശേഷം നമ്മുടെ ടേസ്റ്റിന്റെ രാജാവ് വന്നു. റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ജ്യൂസ്, പിന്നെ ടൊമാറ്റോ സാലഡ്, അതിനുശേഷം ക്യാരറ്റും പിന്നെ ക്യാബേജ് പലതരത്തിലുള്ള പിക്കിളും വന്നു. അതിനുശേഷം നമ്മുടെ ഹീറോ വന്നു. ഹീറോ എന്നപ്പോൾ എല്ലാവരും വായി കപ്പലോടി. പിന്നെ ഞാൻ നോക്കില്ല, ചറവറ വാരിയെടുത്ത് പ്ലേറ്റിലോട്ട് വെച്ചു. ഒരു കഷ്ണം ഫിഷും ഒരു കഷ്ണം ചിക്കനും ഞാൻ എടുത്തു. അതിലിട്ട് ഒരു കുത്തുകൊടുത്ത പൂ പോലെ പിഞ്ചി കൈ വന്നു. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത്തൊക്കെ ഉപ്പും പുളിയില്ലെങ്കിലും ചിക്കനും പുളിയായിരുന്നു.